റാണം ബംഗ്ലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും കോള് വെച്ചപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മൾ ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുക. ഇത് അക്കരയിലോട്ട് പോയ വള്ളങ്ങൾ, ഗസ്റ്റിനായിട്ട് പോയ വള്ളങ്ങളൊക്കെ തിരിച്ച് കന്നിട്ടയിലോട്ട് പോകുക. കാരണം കോള് കാണുമ്പോൾ തന്നെ അവരൊക്കെ തിരിച്ചു പോകും. കാരണം കായലായതുകൊണ്ട് നല്ല ഓളമായിരിക്കും. ആ ഓളം കാരണമാണ് നമ്മൾ ഈ കടയിൽ പിടിച്ച് വിട്ടിരിക്കുന്നത്, വള്ളത്തിൽ ഓളം അടിക്കാതിരിക്കാൻ. കാരണം ഇതൊന്നുമല്ല, നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ട് ഇത് ചെറിയ കാറ്റാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിലും നല്ല ശക്തിയിൽ കാറ്റടിക്കും. ഞാൻ വേണേൽ ആ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം. നല്ല ശബ്ദവുമാണ്. വീട്ടിൽ കണിക്കൊന്ന ഉള്ളതുകൊണ്ട് നമ്മളുടെ വിഷു ആകുമ്പോഴേക്കും കണിക്കൊന്നയിൽ പൂവൊന്നും കാണത്തില്ല, ഇങ്ങനെ കാറ്റടിക്കുന്നേക്ക്. അവസാനം കണിക്കൊന്നയുടെ കമ്പ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ചെടിയുള്ളതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കാറ്റത്ത് കിടന്ന് അടിക്കുമായിരിക്കും. വീടിൻ്റെ മുകളിൽ ഇപ്പോൾ പോയി നിന്നാൽ നല്ലതായിട്ട് കാറ്റിൻ്റെ ശക്തി മനസ്സിലാവും. നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ വീടിനകത്തിരിക്കാറില്ല. കോള് കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്നേ വീടിൻ്റെ വെളിയിൽ ഇറങ്ങും. മഴ പെയ്യുമ്പോൾ അകത്ത് കയറത്തുള്ളൂ. ഇതുവരെ വീടിൻ്റെ വെളിയിൽ നിൽക്കും. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ വാതിലും ജനലും അപ്പുറത്തെ മുറിയുടെ വാതിലും ഒക്കെ അടച്ചു. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പറന്നു. ശക്തിയായിട്ടുള്ള കാറ്റായതുകൊണ്ട് നമ്മൾ കസേരയൊക്കെ ചരിച്ച് വെച്ചിരിക്കുക. കാരണം ഒരു സമയത്ത് കാറ്റടിച്ചപ്പോൾ നമ്മുടെ കസേരയൊക്കെ പറന്ന് കണ്ടത്തിൽ പോയായിരുന്നു. പിന്നെ കണ്ടത്തിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വെക്കുമായിരുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പകുതി മേഘം അങ്ങോട്ട്, ഇതാണ് കോള് വെച്ചിട്ട് കോള് മാറുക എന്ന് പറയുക. ഇത് ഇപ്പം മേഘം അങ്ങോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കാർമേഘം അപ്പുറത്തോട്ട് ഇങ്ങനെ അടിച്ച് മാറുന്ന വരെ ഈ കാറ്റ് കാണും. ഈ കടയിൽ ഇവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വള്ളം ഒന്നും അടിച്ച് പൊട്ടാത്തത്. നമ്മുടെ വള്ളം നേരത്തെ ഇങ്ങനെ ഓളം അടിച്ച് മുങ്ങിപ്പോയിട്ട് JCB ഒക്കെ കൊണ്ടുവന്നാണ് പൊക്കിയെടുത്തത്. അപ്പോൾ ഒരു വള്ളം ഇവിടെ കിടപ്പുള്ളൂ, ഒരെണ്ണം അച്ഛൻ കൊണ്ടുപോയി. പിന്നെ കുഞ്ഞൊരു വള്ളം കിടപ്പുള്ളൂ. അത് ഈ കടയിൽ കിടക്കുന്നതുകൊണ്ട് ഓളം അധികം അറിയത്തില്ല, അല്ലെങ്കിൽ മുങ്ങിപ്പോവും. ഇപ്പോൾ നമ്മൾ അക്കരയിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇങ്ങനെ ഓളം അടിച്ചുകൊണ്ടിരിക്കുക. താഴെ നിന്ന് ഞാൻ മുകളിൽ പോയി നോക്കി. മുകളിൽ കയറിയപ്പോൾ അവിടെ നല്ല കാറ്റ്, കുറച്ചുകൂടി ശക്തി കൂടി കാറ്റിന്. വീടിൻ്റെ പുറകിലത്തെ പാടത്തിൽ മട വീണതിന് ശേഷം എവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ പഴയ പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ചാലാണ്. അപ്പോൾ ആ ചാല് വീണ്ടും കുത്തി പഴയ നീളത്തിൽ തന്നെ പാടമായിട്ടുണ്ട്. ഇപ്പോൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പകുതി കാർമേഘമായിട്ടുണ്ട്, പകുതി വെളുത്ത മേഘം. മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ വീണ്ടും മുകളിൽ കയറിയപ്പോഴാണ് അവിടെ 2 ചെടി നിൽപ്പുണ്ട്, അത് വാടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മോട്ടർ നിറഞ്ഞു വരുന്ന വെള്ളം അടയുന്ന ടാങ്ക് ഉണ്ട്, അതിനകത്തുനിന്ന് പിന്നെ ആ വെള്ളം കോരി ഒഴിച്ച് അതിനകത്ത് 2ലും ഒഴിച്ചു. 2-നകത്തും വെള്ളമില്ലാണ്ട് കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റെല്ലാം തഞ്ചിയിട്ട് മഴ പെയ്തു. ഞാൻ ഇപ്പം എൻ്റെ റൂമിൽ കയറി പാടത്തുകൂടി നോക്കുമ്പോൾ നല്ല രസമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.